ഈ കോസ്റ്റ്യൂമൊക്കെ ഇടുമ്പോൾ ഒരു പവർ പോലെ. മിന്നൽ മുരളിയായിട്ട് സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പറയില്ല നിങ്ങൾ എന്ത് ചോദിച്ചു. ഇന്ത്യാന ജോൺസ് എന്ന് പറഞ്ഞൊരു മൂവിയുടെ അഡാപ്റ്റേഷൻ ആയിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നതാണ് മിന്നൽ മുരളിയുടെ അഡാപ്റ്റേഷൻ തോന്നുന്നു. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോസ് ആരാണ്? അവഞ്ചേഴ്സിൽ എല്ലാവരും ഇഷ്ടമാണ്. സ്പൈഡർമാൻ. റെട്രോയിൽ അഭിനയിച്ച സമയത്ത് കൈ പൊള്ളിയിരുന്നതൊക്കെ ഞാൻ പോകത്തങ്ങിട്ട് വീണു, ഹൈഡ് ചെയ്ത് പിടിച്ച് ഫുള്ള് ചെയ്തു. അപ്പോഴത്തേക്കും സൂര്യ സാറിനെ കാണാൻ സെറ്റിൽ വന്നു. പുള്ളി ഭയങ്കര അപ്പോളജൈസിങ് ആയിരുന്നു. സോറി ഇഷ്ടം പോലെ തവണ പറഞ്ഞു. എനിക്കാണെങ്കിൽ കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ ഞാൻ ഈ വേദനയും മറന്നു. ഭയങ്കര നല്ല മനുഷ്യനാണ്. റെട്രോ കണ്ടിരുന്നോ? റെട്രോ കണ്ടില്ലേ? ഇല്ല, കാണുന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ശ്രീപദിന്റെ മൂവി സാവണി കണ്ടിട്ടുണ്ടോ? ഞാൻ മാളികപ്പുറം മാത്രമേ കണ്ടിട്ടുള്ളൂ. സോറി. മാളികപ്പുറം സെറ്റാണ് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സെറ്റ്. ഭയങ്കര എഫേർട്ട് എടുത്തിട്ടായിരുന്നു. എത്ര അട്ടടൊക്കെ കാടിക്കൊണ്ടിട്ട് അങ്ങനെ എടുത്തതായതുകൊണ്ട്. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ സീൻ ഏതാ ശ്രീപദിന്? മാളികപ്പുറത്തിലെ CBP വരുന്നോ ശബരിമലയ്ക്ക്. നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടോ? ലാസ്റ്റിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഫൈറ്റ്? കോസ്റ്റ്യൂം ടൈറ്റ് ആയിരുന്നു. ഞാനൊരു ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. സൂപ്പർമാൻ സ്പൈഡർമാൻ ആ ഒരു കോസ്റ്റ്യൂമാണ്. നമ്മുടെ സ്പൈഡിക്കും സിനിമയിലൊരു തുളസി ഇല്ലേ, അതിനെ പെട്ടെന്ന് എടുത്ത് ആഡ് ചെയ്തത്. ലാലേട്ട സ്റ്റൈലിൽ പിടിക്കുന്നു പറഞ്ഞു. ഇവരെന്റെ നായികയായി വന്നാൽ കൊള്ളാം എന്നാരേലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, വന്നില്ലെന്ന്. പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും. മോഹിനിയാട്ടം കണ്ടതിന് ശേഷം ബേബി ജെയിന്റെ കൂടെ അഭിനയിക്കുന്നത് ഭയങ്കര. പിന്നെ ലോക 2 പറ്റുമെങ്കിൽ ശ്രീപദിന് ലോകയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അപ്പം കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിവോൾവർ റിംഗോയുടെ വിശേഷങ്ങളുമായി സിനിമയിലെ സൂപ്പർ ഹീറോസ് ആണ് നമുക്കൊപ്പം ഉള്ളത്. ഹലോ, വെൽക്കം. റിപ്പോർട്ടർ ഫിലിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. നിങ്ങൾ എല്ലാവരും ഒന്ന് പരസ്പരം പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. ധ്യാൻ, ഈ സിനിമയിൽ ഏത് ക്യാരക്ടർ ധ്യാൻ അവതരിപ്പിക്കുന്നത്? ഞാനൊരു സൈഡ് ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. ശരി, ശ്രീപദോ? എന്റെ ക്യാരക്ടറിന്റെ പേര് പുളി എന്നാണ്. പുളി. ഓക്കെ, പേര് കേൾക്കുമ്പോ തന്നെ അറിയാലോ ആ ഒരു കയ്പ്. അതെ. അപ്പോ എന്റെ മാമനായിട്ടാണ് വിഷ്ണു ചേട്ടനുള്ളത്. അപ്പോ നല്ലൊരു ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഉണ്ട്. സന്തോഷം. ആവണിയോ? ഞാൻ ഇവരുടെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവരുടെ കൂട്ടത്തിലൊന്നുമില്ല. ക്യാരക്ടറിന്റെ പേര് സിനിമയിലെ പല്ലവി എന്നാണ്. എന്റെ പേര് ആദിശേഷ്. ഈ ക്യാരക്ടറിന്റെ പേര് റിംഗോ. ഇയാളാണ് അപ്പൊ കഥയിലെ മെയിൻ മോൻ. വിസാദ് ഇവരുടെ കൂടെ ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇപ്പം സിനിമയിൽ ഇതുവരെയുള്ള അപ്ഡേറ്റ്സും എല്ലാം കൂടി കണ്ടിട്ട് നമുക്ക് സിനിമ ഒരു സൂപ്പർ ഹീറോ ഫാന്റസി ആ മോഡലാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു മോഡൽ ഫിലിം ആണോ ഇതൊരു സൂപ്പർ ഹീറോ ഫാന്റസി ഫിലിം ആണോ? ബേസ്ഡ് ആയിട്ടുള്ളൊരു മൂവി. ജസ്റ്റ് ഒരു സൂപ്പർ ഹീറോ ടച്ച് ഉണ്ട്, പക്ഷെ ടോട്ടലി സൂപ്പർ ഹീറോ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫിലിം. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലൊരു വർക്കും ആ ഒരു എഫേർട്ടും ആ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും കൂടി ചേരുമ്പോഴേ? അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊരു മൂവിയാണ്. സെറ്റ് ആയിരുന്നു റിംഗോ? ഉറപ്പായിട്ടും. ഫുൾ വിഷ്ണു ചേട്ടനും ഷായ ചേട്ടനൊക്കെ ഉണ്ടാകുമ്പോ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. ഇപ്പം ശ്രീപദാണെങ്കിലും ധ്യാനാണെങ്കിലും ആവണിയാണെങ്കിലും ആദ്യമായിട്ടല്ല സിനിമയിലുള്ളത്. ഇപ്പം ആദിശേഷിന്റെയും വിഹാന്റെയും ആദ്യ സിനിമയായിരിക്കുമല്ലോ ഇത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സിനിമയിൽ എക്സ്പീരിയൻസും? ഫസ്റ്റ് മൂവിയാണ് ഇതില്ലേ. സൂപ്പർ ഹീറോ തന്നെ കിട്ടിയ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോ ഒരു പവർ പോലെ. പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ക്യാരക്ടറിലേക്ക് കടക്കുമ്പോഴുള്ള ആ ഒരു അല്ല, എനിക്ക് തോന്നുന്നു സ്പൈഡർമാന്റെ പോലത്തെ ഒരു കോസ്റ്റ്യൂം ആണ്. സൂപ്പർമാൻ സ്പൈഡർമാൻ ആ ഒരു കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് ഒരു പവർ, ഉള്ളിലേക്ക് വന്നിട്ടുള്ള പവർ എന്തായിരുന്നു? ഫസ്റ്റ് മൂവി തന്നെ ഇങ്ങനത്തെ കിട്ടിയല്ലോ, ഒരു സന്തോഷവും എല്ലാം. അപ്പൊ ആദിശേഷിനെ ആണെങ്കിൽ നമ്മള് സീരിയലിൽ മാളികപ്പുറം എന്ന് പറഞ്ഞ സീരിയല് കണ്ടിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞായിട്ടുള്ള ആദിശേഷി ഇപ്പൊ അങ്ങ് വളർന്നു മുഖമൊക്കെ മാറി ആകെ ഒരു വലിയൊരു ആദിശേഷ്, ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ളൊരു ഇത്. ഈ സീരിയലും ഫിലിമിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ആദ്യം സീരിയലില്ലേ ഓവർ റിയാക്ഷൻ ഒക്കെ ആയിരിക്കും, ഇപ്പൊ സിനിമയിൽ അതല്ലല്ലോ. അപ്പൊ അത് ഒന്ന് റെഡിയായി. പിന്നെ സീരിയൽ നിൽക്കുമ്പോൾ അല്ലേ
കുറെ ലീവ് കിട്ടുമല്ലോ. ലീവ് കിട്ടോ? ആ അപ്പോ ഇങ്ങനെ അമ്മനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കറങ്ങാൻ പോകും. പിന്നെ സൂല് പോയി. അപ്പോ ചന്ദ്രേട്ടനെ കണ്ട് ചന്ദ്രേട്ടൻ ഒരു ഫോട്ടോ എടുത്ത് ഇതിലേക്ക് കേറി. അങ്ങനെ അറിയാം. അങ്ങനെയാണ് സീരിയലിൽ ലീവ് കിട്ടിയപ്പോ സൂല് പോയപ്പോഴാണ് ഈ സിനിമയിലേക്ക് വന്നത്. ഓക്കെ. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു എൻട്രി സിനിമയിലേക്ക് വരും എന്നുള്ളത്? ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സീരിയൽ ചെയ്യുമ്പോഴും സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? സിനിമ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സീരിയല് ഇപ്പൊ നിർത്തി, സീരിയൽ നിർത്തി. ഫുൾ സിനിമയിലെ കോൺസെൻട്രേഷൻ. വിഹാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ പറയുമ്പോ ഞങ്ങളുടെ അടുത്ത് കടുത്തുരുത്തി അമ്പലം, അവിടെ ഞങ്ങള് ഉത്സവമായിരുന്നു. ഉത്സവത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ആദ്യം സിനിമ അവിടെ ഒരു കട നടത്തുമായിരുന്നു. അപ്പത്തേക്കും ഞങ്ങള് പുള്ളി ഇങ്ങോട്ട് വന്ന് മിണ്ടിയിട്ട് ചോദിച്ചു. ഞങ്ങള് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, സിനിമയിലേക്ക് വിടാൻ, അമ്മയുടെ ചേച്ചിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, സിനിമയിലേക്ക് വിടാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങള് എന്നിട്ട് പറയാൻ നമ്പർ മേടിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് അച്ഛനോട് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഏതോ ഒരു ഇതിലേക്ക് വിളിച്ചു. അതൊരു ആഡായിരുന്നു, ചെന്നൈ സിൽക്സ് എന്ന് പറയുന്നത്. അതിൽ ചെന്ന് കഴിഞ്ഞിട്ട് വേറെ 3-4 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചന്ദ്രമോഹൻ ചേട്ടൻ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ കോഴിക്കോട് ഒരു ഇതിന്റെ ഇതുണ്ട്, സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഉണ്ട്, താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ആദ്യം പോണ്ടെന്ന് പറഞ്ഞു. അന്നേരം അമ്മയുടെ ചേച്ചിയൊക്കെ പറഞ്ഞു, നിർബന്ധിച്ചു. അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാലേ കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രബാബു ചേട്ടൻ ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നു, കോഴിക്കോട്ടേക്ക് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയില് ആദ്യത്തെ ഷൂട്ടും ലൊക്കേഷനിലൊക്കെ എത്തിയ സമയത്തുള്ള ഒരു ഫീൽ എന്തായിരുന്നു? ലൊക്കേഷനിൽ ആദ്യമായിട്ട് നമ്മള് വലിയ ഇതില്ലായിരുന്നല്ലോ. നമ്മള് വീട്ടുകാരായിട്ട് എല്ലാരും ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആദ്യമായിട്ട് ശ്രീവതിനെ അവിടെ വെച്ച് കണ്ടു, ചെന്ന് മിണ്ടി കമ്പനിയായി പെട്ടെന്ന് തന്നെ. ആ ദിവസം തന്നെ ഒരു 5-10 മിനിറ്റോളം നമ്മളെല്ലാരും കമ്പനിയായി. പിന്നെ എല്ലാം ഒരുമിച്ചായിരുന്നു. വെക്കേഷൻ സമയത്തായിരുന്നു സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഞാൻ 4-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിലേക്ക് പോകുന്ന വെക്കേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്രയിലാണ്? ഞാൻ +1 8ലേക്ക് 9th-ലേക്ക് 10th-ലേക്ക്. അപ്പൊ നിങ്ങളൊക്കെ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രാം ക്ലാസ്സിലായിരുന്നു? ഞാൻ ഈ സെയിം ടൈം ആയിരുന്നു വെക്കേഷന്. അപ്പൊ ഞാൻ 4th-ന്ന് 5th-ലോട്ട് പോകുന്ന വെക്കേഷൻ. ഞാൻ 9th കഴിഞ്ഞിട്ടുള്ള. ആവണി 7th-ലോട്ട് 8th-ലേക്കില്ല. അപ്പം ഇത്രയൊരു ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പടം റിലീസ് ആവുന്ന അനൗൺസ് ചെയ്തത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നോ? ആദ്യ സിനിമ കുറച്ച് ലേറ്റ് ആവുന്ന സമയത്ത് ഇത് വരുമോ എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒരു ആകാംക്ഷയായിരുന്നു. അപ്ഡേറ്റ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്താ ഈ പടം വരാത്തെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നോ? അത് പറഞ്ഞു ഇഷ്യൂസ് കാരണം നീണ്ടു പോയതായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം ചന്ദ്രമോഹൻ ചേട്ടനും സഞ്ജയനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ റിലീസ് ആവാനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഈ അടുത്തായിരുന്നു. എന്നിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നു. ഓവറോൾ നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്താണ് തോന്നുന്നത്? അത് ശരി, അതേ പറയാനുള്ളൂ. മാത്രമല്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സിനിമയെ കുറിച്ചാണെങ്കിൽ ഇതെന്തായാലും ഒരു ഫാമിലി എന്റർടൈനർ ആണ്. പല കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോസ് ആരാണ്? റിയൽ ലൈഫ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ആരാണ്? പറ. സ്പൈഡർമാൻ. എല്ലാവർക്കും സ്പൈഡർമാൻ ആണ്? അല്ലല്ല, അവര് വേറെ ആളെ ഇഷ്ടം. അവഞ്ചേഴ്സിൽ എല്ലാവരും ഇഷ്ടം സ്പൈഡർമാൻ. ആവണിക്ക് ആരെയും ഇഷ്ടം? സ്പൈഡർമാനെയാണ് ഇഷ്ടം. ഇപ്പം ധ്യാനാണെങ്കിൽ നേരത്തെ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പുണ്യാണലിലും അതുപോലെ ഇടിയൻ ചന്തുവിലും. എങ്ങനെയുണ്ടായിരുന്നു ആ സിനിമയുടെ ഒരു ലൊക്കേഷനും? ആ സിനിമയിലേക്ക് ധ്യാൻ എത്തിയത് എങ്ങനെയാണ്? ഞാൻ ഓഡീഷനായിട്ടാണ് വന്നത്. എന്നിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞാണ് ഈ സിനിമയിലോട്ട് എത്തിയത്. പിന്നെ അടിപൊളി എക്സ്പീരിയൻസ്. ഫസ്റ്റ് സിനിമയുടെ സെറ്റ് ഓർമ്മയുണ്ടോ ധ്യാനിന്? എത്രയിൽ പഠിക്കുമ്പോഴാണ് ധ്യാൻ ആദ്യ സിനിമ ചെയ്യുന്നത്? ആദ്യ സിനിമ ഏതായിരുന്നു? ആദ്യ സിനിമ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഡയറക്ടർ. അതും നല്ലായിരുന്നു.
ഒരു ചെറിയ സീനായിരുന്നു. ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ടോ? ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഫസ്റ്റ് സീൻ ഓർമ്മയുണ്ടോ? ടെൻഷൻ ഉണ്ടായി, പിന്നെ കുഴപ്പമില്ല. ശ്രീപദിന് ഓർമ്മയുണ്ടോ? ശ്രീപദിന്റെ ഫസ്റ്റ് ക്യാമറ ശ്രീപദിന്റെ ഫേസിൽ വെച്ച സമയത്തുള്ള ഒരു ഇത്. ഫസ്റ്റ് തന്നെ മൂവി താത്തവളയോടാ താന്ന് പറഞ്ഞ മൂവിയാണ്. അത് റിലീസായിട്ടില്ല. അപ്പോ സീനൊക്കെ ചോദിച്ചു കഴിഞ്ഞാ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെയ്ത സിനിമ ആയതുകൊണ്ട് വലിയ ഓർമ്മയില്ല. ഇപ്പം ആവണീനെ നോക്കുകയാണെങ്കിൽ ആവണി സൂര്യയുടെ കൂടെ അഭിനയിച്ചു, വിക്രത്തിന്റെ കൂടെ അഭിനയിച്ചു, അജു വർഗീസിന്റെ കൂടെ അഭിനയിച്ചു. ഫുൾ ഇന്റർനാഷണൽ നാഷണൽ കളികളൊക്കെയാണ്. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു സെറ്റും ആ ഒരു സന്തോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ARM ചാൻസ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഒരു 3D മൂവിയിൽ പാർട്ടാവാൻ പറ്റുക പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഫീനിക്സ് എന്നുള്ള മൂവിയിൽ എനിക്ക് കോള് വന്നു, ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്തവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. സിബ്ലിങ്സ് ആയിട്ട് അഭിനയിക്കുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. സോ അവരുടെ കൂടെ കളി, ചിരി, ബഹളം ഫുള്ള് ഫണ്ണായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു മൂഡുള്ള പടമല്ല ആ ഒരു പടം. കളിക്കാനും അപ്പൊ എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് വിക്രത്തിന്റെ ഫിലിമിലേക്കും സൂര്യയുടെ മൂവീസ് എനിക്ക് ആ മൂവി കണ്ടിട്ട് തന്നെയാണ് എന്നെ വിളിച്ചത്. ഫിനിക്സ് കണ്ടിട്ടുണ്ടോ എല്ലാരും? ആവണിന്റെ എത്ര പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ ഭയങ്കര ധൈര്യവാനായതുകൊണ്ട് ഞാൻ ഫിനിക്സ് കണ്ടില്ല. റെട്രോ കണ്ടിരുന്നോ? റെട്രോ കണ്ടില്ലേ? ഇല്ല, കാണുന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അതെന്താ റെട്രോ കാണാൻ? ഞാൻ വീട്ടിൽ പോയിട്ടെല്ലാം ഓരോന്നായിട്ട് സെർച്ച് ചെയ്ത് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ശ്രീപദിന്റെ മൂവീസ് ആവണി കണ്ടിട്ടുണ്ടോ? ഞാൻ മാളികപ്പുറം മാത്രമേ കണ്ടിട്ടുള്ളൂ. സോറി. സുമതി വളവ് കണ്ടിട്ടുണ്ടോ? സുമതി വളവ് ഞാൻ ARM കണ്ടു, പിന്നെ ARM കണ്ടുള്ളൂ. സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ആരാണ് കൂടെ അഭിനയിക്കാൻ വരുന്നത് എന്നറിയാൻ. അല്ല, അങ്ങനല്ല, ആവണി കുറെ മൂവി ചെയ്തു എന്ന് പറയുമ്പോ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫീനിക്സിന്റെ ചെറിയ ക്ലിപ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഫീനിക്സിൽ അതുപോലെ ഉള്ളിലേക്ക് മറ്റേ പ്രേതം കേറിയിട്ട് ഒരു കൈ ഒടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതെ, അതെന്താ അജു വർഗീസിന് ഇപ്പുറത്തിരുന്നിട്ട് ടെൻഷനായി പോയി. അതിങ്ങനെ ഭയങ്കര എങ്ങനെയാണ് ആ ഒരു സീൻ, ആ ഒരു ഫിലിം എങ്ങനെയായിരുന്നു ആവണിക്ക്? എനിക്ക് ആ മൂവിയിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നത് ആക്ച്വലി. അതെ. പിന്നെ അവര് എനിക്ക് വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രീൻ സ്ക്രീൻ, മറ്റേ എന്താ പറയാ CG, അതൊക്കെ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കൈ ഒടിക്കുന്ന സീനാണെങ്കിലും, പിന്നെ ഞാൻ ഓരോ സ്റ്റണ്ട് ചെയ്യുന്ന സീൻസ് ഒക്കെ ഉണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഇതിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സൂപ്പർ ഹീറോസും സൂപ്പർ പവറൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ടാവും ഈ റിവോൾവർ റിംഗോയില്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ഫൈറ്റ് സീൻ എക്സ്പീരിയൻസ് ഒക്കെ? ഞാൻ ഫൈറ്റിലില്ലല്ലോ. ആരവില്ല, റിംഗോയുടെ വില്ലനാണോ? നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടോ? ലാസ്റ്റിലേക്കാണ് നിങ്ങളെ ഫൈറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ഫൈറ്റ്? അടിപൊളിയായിരുന്നു. എന്തെങ്കിലും പറ്റും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്? ചെയ്യുമ്പോ കോസ്റ്റ്യൂം ടൈറ്റ് ആയിരുന്നു. എന്തേലും കോസ്റ്റ്യൂം ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും പറ്റിയോ? അപകടം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നോ? അപകടം ചെയ്യുമ്പല്ല, അഭിനയിക്കുമ്പോ നമ്മളിങ്ങനെ കളിക്കാൻ പോകും. ഇപ്പൊ വീണോ അവിടുന്ന് വീണ് അങ്ങനെ വീണ്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? പിന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഡാൻസ് സീനുകള് നിങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരുപാട് റീടേക്ക് എടുത്ത സീനുകൾ ഉണ്ടായിട്ടുണ്ടോ ഈ സിനിമയിൽ? അല്ലെങ്കിൽ മറ്റ് വർക്കുകളിൽ, മറ്റ് സിനിമകളിലൊക്കെ കൂടുതൽ റീടേക്ക് വന്നത് ഓർമ്മയുണ്ടോ? ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ സീൻ ഏതാ ശ്രീപദിന്? മാളികപ്പുറത്തിലെ തുളസി BP വീഴുന്ന ശബരിമലയ്ക്ക് അതൊരു 10-25 പോയി. 10-25? എന്തായിരുന്നു ഇപ്പുറത്ത് നിൽക്കുന്ന ഡയറക്ടർ റിയാക്ഷൻ? ഡയറക്ടറിന് വേണ്ടത് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. വിഷ്ണു ചേട്ടൻ ഓരോ രീതിയിലും പറഞ്ഞുതരും. അപ്പൊ അതൊക്കെ ചെയ്യും. പിന്നെ അഭിലാഷ് ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുതരും, അതൊക്കെ ചെയ്യും. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ സ്പൈഡികം സിനിമയിലൊരു തുളസി ഇല്ലേ, അതിനെ പെട്ടെന്ന് എടുത്ത് ആഡ് ചെയ്തത്. അപ്പൊ പറഞ്ഞു ലാലേട്ട സ്റ്റൈലിൽ പിടിക്കുന്നു പറഞ്ഞു. സ്പടികം സിനിമയിലെ തുളസി ഉർവശിയാണ്. അതെ, അങ്ങനെ ഇത് മറ്റേ അത് ഒരു ലാലേട്ട സ്റ്റൈലിൽ ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അപ്പൊ ലാലേട്ട സ്റ്റൈലിൽ തന്നെ പോകാൻ വേണ്ടിട്ട് ഞാൻ ഒരു 3-4 വട്ടം പോയി. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ സെറ്റ് ആയി വന്നു. ആ ഡയലോഗ് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഓർമ്മയാണ്ട്. തുളസി BP വരുന്നോ ശബരിമലയ്ക്ക്? അതിപ്പൊ പറഞ്ഞ പോലെ ആയിരുന്നില്ല അവിടെ. അന്ന് അവിടെ കൊറേ ബുദ്ധിമുട്ടി, കൊറേ നേരം എടുത്തു. പിന്നെ ആ സീൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ എന്നാലും ട്രൈ ചെയ്യാന്നും പറഞ്ഞു. കാരണം അത് സക്സസ് ആവുന്ന ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്ത് അവസാനം കിട്ടി.
എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിമുകുന്ദന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ആ ഫിലിമിൽ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ? അടിപൊളിയായിരുന്നു. ഉണ്ണിച്ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞുതരും. വിഷ്ണു ചേട്ടനാണ് കൂടുതലും പറഞ്ഞുതരാറ്. പക്ഷെ ചില ടൈമിൽ വിഷ്ണു ചേട്ടൻ പറഞ്ഞുതരുമ്പോഴായാലും ഇവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞുതരും. അതെനിക്കും ദേവുനും അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവർ എഫേർട്ട് എടുത്തത് എന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു സെറ്റിൽ തന്നെ. ഉണ്ണിച്ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര കെയറിങ് ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. മാളികപ്പുറം സെറ്റാണ് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സെറ്റ്. ഒരിക്കലും മറക്കാം. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടും വലിയൊരു എക്സ്പ്ലോഷർ തന്നിട്ടുള്ളതും മാളികപ്പുറം ആയിരിക്കും. അതെ അതെ അതെ, ഭയങ്കര എഫേർട്ട് എടുത്തിട്ടായിരുന്നു. എത്ര അട്ടടൊക്കെ കാട്ടിക്കൊണ്ടിട്ട് അങ്ങനെ എടുത്തതായതുകൊണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ഈ സെറ്റിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ലൈഫിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം? ആവണിയുടെ കുസൃതി ചോദ്യം. ആവണിയുടെ കുസൃതി ചോദ്യങ്ങളാണോ? ആവണി കുസൃതി ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിച്ചിട്ട് ഒരു ചോദ്യം ഏതാ? അയ്യോ, ഒരെണ്ണം പറഞ്ഞു കൊടുക്കും. ഒരെണ്ണം ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഏതാണ് ആവണിയുടെ കുസൃതി ചോദ്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാതിരുന്നത്? ചിരി, ശ്രീപത്തിന് ചിരിയൊക്കെ അടക്കാൻ വയ്യ. വിഹാനൊക്കെ ആലോചിച്ച് ചിരിക്കണു. ഏതാണ്? ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ അവസാനം എന്റെ ആൻസർ കേൾക്കുമ്പോഴേ അപ്പുറത്തോട്ട് മാറിയിരിക്കാമോ അങ്ങനെ സംഭവം. ഒരു കുസൃതി ചോദ്യം ചോദിച്ചാ കേക്കട്ടെ. പോരട്ടെ പെട്ടെന്ന്. നിങ്ങൾക്ക് അറിയണ്ടാവട്ടെ, എനിക്കറിയില്ല. ഒരാള് ഒരു മരുഭൂമിയിൽ പെട്ടുപോയി. അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. അയാൾ എങ്ങനെ രക്ഷപ്പെടും? അയാളുടെ കയ്യില് ഒരു ചീപ്പ് മാത്രമേ ഉള്ളൂ, മുടി ചെയ്യുന്ന ചീപ്പ്. അയാൾ എങ്ങനെ രക്ഷപ്പെടും? കിട്ടൂല. അവസാനം ആൻസർ ആയിട്ടാ ഗൂഗിളിലോട് എന്നോടാണോ ചോദ്യം? അതുകൊണ്ടാ ഞാൻ ചിരിച്ചേ. അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. അയാളുടെ കയ്യിലൊരു ചീപ്പുണ്ട്. ഞാനിത് വീഡിയോ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരം അറിയില്ല. സഹായിക്ക്. ലൈഫ് ലൈൻ ഉണ്ടോ? ആരെ വേണം എടുത്തോ. ഉത്തരം അറിയുന്ന ആരെങ്കിലും എനിക്കറിയില്ല. അറിയില്ല. എന്നാ ഞാൻ തോറ്റു. പാസ് പറ. അയാള് ആ ചീപ്പ് വെച്ച് മുടി ചെയ്യും. അപ്പൊ അയാള് ഗ്ലാമർ ആയില്ലേ, ആ ഗ്ലാമർ ബൈക്കിൽ അയാൾ കയറി രക്ഷപ്പെട്ടു. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മനപ്രശ്നം എന്താ. എല്ലാ ദിവസവും ഓരോന്ന് പഠിച്ചു വന്ന് ഇവരെ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കലായിരുന്നു അവിടെ സെറ്റിലെ പരിപാടി. എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ സിനിമേന്റെ ഷൂട്ട്? എങ്ങനെയായിരുന്നു? നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലീവ് ഒക്കെ എടുത്തിട്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലായിരുന്നു സിനിമയുടെ? എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു? നിങ്ങൾ ഒരു വെക്കേഷൻ മുഴുവൻ ഈ സിനിമ കൊണ്ടുപോയോ? ഒരു മാസം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു മാസം തേച്ചുണ്ടായിരുന്നില്ല തോന്നുന്നു. സൂര്യയുടെ കൂടെയൊക്കെ അഭിനയിച്ച, സൂര്യന്റെ റെട്രോയിൽ അഭിനയിച്ച സമയത്ത് കൈ പൊള്ളിയിരുന്നതൊക്കെ വലിയ വാർത്തയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരു എക്സ്പീരിയൻസും ആ സിനിമ സമ്മാനിച്ച ഒരു ഓളം ഒക്കെ എന്തായിരുന്നു? വാരണാസിയിലായിരുന്നു ഷൂട്ടൊക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ കമ്പനിയായി. അത് കഴിഞ്ഞ് ഞാൻ സെറ്റിലേക്ക് പോയി. അവിടെ ഒരു ഫ്യൂണറൽ സീൻ നടക്കുകയായിരുന്നു. അപ്പോ സൂര്യ സാറിന്റെ ചെറുപ്പമായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എന്റെ കൈ പിടിച്ച് വെപ്പിക്കുകയാണ്. അപ്പോൾ വെപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്യാസിന്റെ എന്തോ ചെറിയൊരു പ്രോബ്ലം കാരണം പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയിപ്പോയി. അങ്ങനെ ബാക്കി എല്ലാവർക്കും കുറച്ചേ പറ്റിയുള്ളൂ. പക്ഷെ എന്റെ കൈ കുറച്ചുകൂടി മുമ്പിലായിരുന്നു, തീന്റെ കുറച്ചുകൂടി അടുത്തായിരുന്നു. പെട്ടെന്ന് കേറി അങ്ങ് പൊള്ളി. ആ പൊള്ളൽ വെച്ചിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകത്തങ്ങിട്ട് വീണു. അപ്പത്തേക്കും സ്റ്റണ്ട് മാസ്റ്റർ വന്നിട്ട് എന്നെ എടുത്ത് അമ്മമ്മേടെ അടുത്ത് കൊണ്ടുപോയി. അമ്മമ്മ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷനായി. അതിനായിട്ട് ഞങ്ങൾ റൂമിൽ പോയി. അവിടെ അടുത്ത് തന്നെ റൂം എടുത്തു തന്നു. അവിടെ കടന്നു. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്ന് ചോദിച്ചു വേറെ കുട്ടീനെ എടുക്കണോ എന്ന്. പക്ഷെ ഇത്രയും വരെ വന്നിട്ട് ഞാൻ അഭിനയിക്കാണ്ട് പോകുന്നത് മോശമല്ലേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഹൈഡ് ചെയ്ത് പിടിച്ച് ഫുള്ള് ചെയ്തു. അപ്പത്തേക്കും സൂര്യ സാറിനെ കാണാൻ സെറ്റിൽ വന്നു. പിന്നെ ഭയങ്കര സോറി ഒക്കെ പറഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൂര്യ വന്ന് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു? അടുത്ത് നിന്ന് കണ്ടപ്പോൾ ഉള്ളൊരു പുള്ളി ഭയങ്കര അപ്പോളജൈസിങ് ആയിരുന്നു. സോറി ഇഷ്ടം പോലെ തവണ പറഞ്ഞു. എനിക്കാണെങ്കിൽ കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ ഞാൻ ഈ വേദനയും മറന്നു ആ സമയത്ത് പുള്ളിയെ കണ്ടപ്പോൾ.
അങ്ങനെ ഭയങ്കര നല്ല മനുഷ്യനാണ്. ആ ഒരു ഫീൽ ആയിരുന്നു സിനിമയിൽ. ഇപ്പം അജു വർഗീസിന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സിനിമയിൽ എക്സ്പീരിയൻസ് എന്ത്? എനിക്ക് തോന്നുന്നു ആവണി അഭിനയിച്ച 3 സിനിമയും 3 യോണേഴ്സ് ആണ്. നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 3 പടങ്ങളും 3 യോണേഴ്സിലാണ് വരുന്നത്. ഒന്നൊരു ഹൊറർ ആണെങ്കിൽ ഇത് വേറൊരു ചൈൽഡ്ഹുഡിൽ വേറൊരു മൂവി, പിന്നെ വീരധീരസൂരനാണെങ്കിലും വേറൊരു ടൈപ്പ്. അപ്പം ഈ ചെറുപ്രായത്തിൽ ഇത്രയും യോണേഴ്സ് ഉള്ള സിനിമകളിൽ അഭിനയിച്ചു. ആ ഒരു ഇമോഷനും ഫീലും സന്തോഷവും ഒക്കെ എന്തായിരുന്നു? എനിക്ക് ഫീനിക്സ് ആണ് എനിക്ക് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് തന്ന മൂവി. അത് കാരണമാണ് എനിക്ക് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും ഫീനിക്സ് തന്നെയാണ്, എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. പിന്നെ വിക്രം സാർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അഭിനയിക്കാൻ ഷൂട്ടിൽ പോകുമ്പോൾ ആ സമയത്ത് തന്നെയായിരുന്നു ജയഗണേഷ് എന്നുള്ള മൂവി ഉണ്ണിച്ചേട്ടൻ്റെ എൻ്റെ ഇറങ്ങിയത്. അപ്പോൾ വിക്രം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ മൂവി കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്രീഷിയേറ്റിംഗ് ആണ്. സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം വിഷ്ണു ചേട്ടനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളൊരു ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ്, ചേട്ടൻ തന്നിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? കൊറേ പാഠം പഠിച്ചു. അതവൻ എന്തോ സങ്കടം കൊണ്ട് പറയുന്ന പോലെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷ്ണു ചേട്ടൻ എല്ലാത്തിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് കിരൺ ചേട്ടനും കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി വിഷ്ണു ചേട്ടൻ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ ഒരു വൈബാണ് സെറ്റില്. അതുപോലെ തന്നെ സാധിച്ചേട്ടൻ ഇവരെല്ലാവരും കൂടെ യൂണോ കളി ഇതാണ് മെയിൻ. ഷൂട്ടിനെക്കാളും മെയിൻ യൂണോ ആണ്. അപ്പൊ യൂണോ അടിക്കാനാണ് എല്ലാവരും കൂടെ രാവിലെ വരുന്നത്, സെറ്റിലേക്ക് വരുന്നത്. എന്നിട്ട് യൂണോ കാർഡ് വാങ്ങി കളിക്കും. എത്ര യൂണോ കാർഡാ വാങ്ങിയെന്നറിയോ ഒരു സെറ്റിന്ന് തന്നെ. ഇതിനാണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി സെറ്റിലേക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വെക്കേഷൻ അവിടെ അടിപൊളിയായി പോയിന്ന് സെറ്റിലെ. അതെ, വെക്കേഷൻ മിസ്സായിട്ടില്ലായിരുന്നു, മിസ്സായതുപോലെ തോന്നിയിട്ടില്ലായിരുന്നു. അത്ര അടിപൊളിയായിരുന്നു സെറ്റില് നമ്മളെല്ലാവരും. ഓക്കെ, ഇപ്പം ഈ സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ സിനിമയിൽ? ഇത് സൂപ്പർ ഹീറോ ബേസ്ഡ് മൂവി ആയതുകൊണ്ട് തന്നെ ഫാമിലി എന്റർടൈനിങ് ആണ്. എല്ലാവർക്കും നല്ലോണം ഈ ഒരു മൂവി ഇഷ്ടപ്പെടും. ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ മൂവിയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇപ്പൊ എനിക്ക് ഈ സിനിമയുടെ പോസ്റ്റർ ഒക്കെ കണ്ട സമയത്തെ മിന്നൽ മുരളിയായിട്ട് സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? മിന്നൽ മുരളിയായിട്ട് ചെറുതായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ പറയില്ല, നിങ്ങൾ എന്ത് ചോദിച്ച ഇങ്ങനൊക്കെ ചോദിച്ചെന്ത് പറയാനാ, ഓർമ്മയില്ല. ശരി, അത്രയും കുറച്ച് ഇതായല്ലോ, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവല്ലേ? അല്ല, വേറൊന്നുണ്ട്. അതിൽ ഇന്ത്യാന ജോൺസ് എന്ന് പറഞ്ഞൊരു മൂവിയുടെ അഡാപ്റ്റേഷൻ ആയിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നതാണ് മിന്നൽ മുരളിയുടെ അഡാപ്റ്റേഷൻ എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. നിങ്ങൾ മിന്നൽ മുരളി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു സൂപ്പർ നാച്ചുറൽ ഫിലിം കണ്ട സമയത്ത് അത് കണ്ട് പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതും ഇതുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ ചെയ്യുമ്പോൾ? ഇല്ല, ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇത് രണ്ടും തമ്മില്. അതിപ്പം മിന്നൽ മുരളിയിലെ ടോവിനോ ചേട്ടനാണ്, ഇവിടെ നമ്മളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഭാവിയിൽ വലുതായി ഒരു വലിയൊരു സ്റ്റാർ ആവുമ്പം ഏത് സ്റ്റാറിന്റെ കൂടി അഭിനയിക്കാൻ ആഗ്രഹമുള്ളത്? 2-3 ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വിജയ് സാറിന്റെ കൂടെ അഭിനയിക്കണം എന്നായിരുന്നു. വിജയ് പടം നിർത്തി. അതുകൊണ്ട് ആരായാലും കുഴപ്പമില്ല, അഭിനയിച്ചാൽ മതി. എനിക്ക് ലാലേന്റെ മമ്മൂക്കയുടെ ഒക്കെ കൂടെ ചെയ്താൽ കൊള്ളാം. ധ്യാൻ ആരോട് അഭിനയിക്കണം എന്ന് ആഗ്രഹം? ചോദിച്ചാ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെ കൂടെ എനിക്ക് അഭിനയിക്കണം, അല്ലെങ്കിൽ ഇവരെന്റെ നായികയായി വന്നാൽ കൊള്ളാം എന്നാരേലും ഉണ്ടോ? പറ. അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാലും ആഗ്രഹം ഉണ്ടാവില്ലേ? നമുക്ക് ആഗ്രഹിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. പറ. വരട്ടെ വന്നില്ല, പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും. അവിടെ എന്നാ വിഹാൻ പറ. ഭാവിയിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിന്ന് വിചാരിക്കാം. വിഹാനാണ് നായികനെ ചൂസ് ചെയ്യാനുള്ള ഇത്. ആരെ ചൂസ് ചെയ്യും? ആരെ കൂടെ അഭിനയിക്കണം? ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കണം. പിന്നെ നായിക ആരെങ്കിലും മഞ്ജു വാര്യർ ആയാലോ? കാവ്യ ചേച്ചി. ഓക്കെ, ആദിക്കോ? മോഹൻലാലും പിന്നെ ശോഭനയും മോഹൻലാലിന്റെ മോനായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ നോക്കണം. പറ. എനിക്ക് ആരോട് അഭിനയിക്കണം? എനിക്ക് അല്ലു അർജുന്റെ മൂവിയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് സായി പല്ലവിയുടെ കൂടെ. സായി പല്ലവി അത് നടക്കാൻ ചാൻസ് ഉള്ളത്. ഇത് നടക്കുമെന്ന് എനിക്കറിയില്ല. നിന്റെയും ചിലപ്പം ചീറ്റി പോകാൻ സാധ്യത ഉണ്ട്. നീ പറഞ്ഞു നിനക്ക് ഇവൻ പറഞ്ഞു മമ്മൂട്ടി മോഹൻലാല്. നടി ആരാ? നിനക്ക് ഏത് നായികയുടെ കൂടെ അഭിനയിക്കണം? പറ. അങ്ങനെയൊന്നുമില്ല.
അങ്ങനെ ഇല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ മഞ്ജു ചേച്ചിയുടെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാന്നുണ്ട്. പിന്നെ ഏത് നായികയായാലും അഭിനയിച്ചാ പോലെ. അന്ത ലെവൽ. സിഗ്മ ബോയ്. ഇനി ധ്യാൻ പറയേ, ധ്യാൻ എങ്ങനെയാണ്? ഈ ഒരു ഇൻട്രോവേർട്ട്നെസ് ആണോ സെറ്റിലും? അതൊന്നല്ല. അങ്ങനെയൊന്നും അല്ല. ടോവിനോ ഇപ്പഴാണ് ഉള്ളി ഒന്ന് ചാർജ് ആയത്. എനിക്ക് ഈ വാഴയല്ല മറ്റേ മോഹിനിയാട്ടം കണ്ടതിന് ശേഷം ബേബി ജെയിന്റെ കൂടെ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം. നിങ്ങൾക്ക് ഈ റീസെന്റ് നിങ്ങൾ കണ്ട സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സിനിമ ഏതോ? ഇതിലൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ സിനിമ ഏതാ? എനിക്ക് മോഹിനിയാട്ടവും വാഴയും. വാഴയില് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ലോക 2 പറ്റുമെങ്കിൽ ഇല്ല, ഇതുവരെ വന്നിട്ടില്ലല്ലോ. വരുന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്. വരുന്ന സീരീസിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ. ശ്രീപദിന് ലോകയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അപ്പം കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവണിക്ക് ഈ ലേറ്റസ്റ്റ് സിനിമ ഇറങ്ങിയതിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളായിരുന്നു എന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ടോ? അഭിനയിച്ചാൽ കൊള്ളായിരുന്നു. വാഴ 3 ഗേൾസിന്റെ ആണ്. അപ്പൊ നമുക്ക് അതിലും എനിക്ക് ചാൻസ് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കോ? വാഴ. നിങ്ങളെ ഏതെങ്കിലും സിനിമയിൽ അവസരം വന്നിട്ട് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്? എന്തെങ്കിലും കാരണം കൊണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റാതിരിക്കുക, ഓഡീഷൻ വരെ ARM-നകത്ത് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ മാളികപ്പുറം ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിഷമായി. പക്ഷെ സാരമില്ല, മാളികപ്പുറം ഹിറ്റായല്ലോ, അപ്പൊ പ്രശ്നമില്ല. അടുത്ത പ്രാവശ്യം പിടിക്കാം. അടുത്ത പ്രാവശ്യം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് ചെറിയൊരു ഗെയിം കളിച്ചാലോ? ആവാല്ലേ? എല്ലാരും ഒന്ന് ചാർജ് ആവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കുഞ്ഞൊരു ഗെയിം എന്താ വെച്ചാല്, ഞാനൊരു കഥ പറയും. കഥ മീൻസ് മുഴുവനല്ല, ഞാൻ ആ കഥേന്റെ ഒരു 2 ലൈൻ പറഞ്ഞു തരും. ബാക്കി നിങ്ങൾ പറയണം. നിങ്ങൾ പലരും നീ ഒരു 2 വരി പറയാ, അത് വെച്ചിട്ട് ഇവൻ പറയും. അത് എക്സാമിന് വരെ ഞാൻ ഒഴിവാക്കുന്ന സാധനം പറ്റും. ഇതൊക്കെ സിമ്പിൾ അല്ലേ? കഥ അതിവിശാലമായൊരു ഗ്രാമം. ആ ഗ്രാമത്തില് ഒരു സൂപ്പർ ഹീറോ. പുള്ളി ഇങ്ങനെ പെട്ടെന്ന് വെറുതെ ഇങ്ങനെ നടക്കായിരുന്നു. പെട്ടെന്നൊരു മിന്നലടിച്ചു, പുള്ളിക്ക് പവർ കിട്ടി. അതാണല്ലോ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് 2. ബാക്കി നിങ്ങൾ ആര് തുടങ്ങും? ഫസ്റ്റ് കിട്ടൂല അവിടെ എന്തായാലും മറന്നുപോയി. ഒരു വിശാലമായിട്ടുള്ള ഒരു ഗ്രാമം. അവിടെ ഒരു വീട്. ആ വീട്ടിലൊരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് നമുക്ക് ദാമു ചേട്ടൻ. ഒരു ദിവസം പുറത്തിങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് നല്ല മഴയുള്ള സമയമാണ്. അപ്പൊ ഒരു മിന്നലടിച്ചു. പുള്ളിക്കൊരു മിന്നലടിച്ചു. പുള്ളിക്കൊരു സൂപ്പർ പവർ കിട്ടി. പുള്ളി എന്ത് ചെയ്യും? പുള്ളിക്ക് വേണമെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോശമായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും പുള്ളിക്ക് ചെയ്യാം. അതിന്റെ ബാക്കി കഥ നിങ്ങൾ പറയണം. എടാ, പുള്ളി ആ പവർ കൊണ്ട് എന്ത് ചെയ്യും? നിനക്ക് ആ പവർ കിട്ടിയ നീ എന്ത് ചെയ്യും? ഞാൻ രക്ഷിക്കും. രക്ഷിക്കും. നാട് രക്ഷിക്കും. നാടിന് എന്താ പ്രശ്നം? നാട്ടിൽ രക്ഷിക്കാനൊരു പ്രശ്നം വേണ്ടേ? എന്താണ് നാട്ടിൽ പ്രശ്നം? കൂടെ വേറെ ആർക്കെങ്കിലും കൊണ്ടുവരണ്ട. നീ പറഞ്ഞ് നിർത്തിയെടുത്ത് ശ്രീപദ് തുടങ്ങും. ദാമുചേട്ടൻ നാട് രക്ഷിക്കും. നാട് രക്ഷിക്കും. അല്ലല്ല, നമുക്ക് ഓർഡറിൽ ദാമുചേട്ടൻ നാട് രക്ഷിക്കും. എന്താണ് നാട്ടിലെ പ്രശ്നം? പറ, നിങ്ങൾ കഥ ഉണ്ടാക്ക്. എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോവാൻ കഥയെ. ആവണി പ്രിപ്പയർഡ് ആയിരിക്കുക. അവന് 4 ലൈൻ ഇപ്പൊ കഥ പറയും. പറ. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി നീ പറ. നാട്ടില് ആരേലൊക്കെ വരും നാട് നശിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ലാസ്റ്റ് ഇയാളെ കൂട്ടി രക്ഷിക്കും. എന്താണ് നാട് നശിപ്പിക്കുമ്പോ എങ്ങനെ നാട് നശിപ്പിക്കും? എങ്ങനെയാണ് നാട് നശിപ്പിക്കുക? തീ പിടിക്കും. നാടിന് തീ പിടിപ്പിച്ചളയും. വില്ലൻ. വില്ലന്റെ പേരെന്താ? അയ്യോ, വിസാദ്. അതുകൊണ്ട് ശരി. എന്നിട്ട് എല്ലാരെയും കത്തിച്ചളയും. ബാക്കി ആവണി പറ. ഇതായിരുന്നു ദാമുവിന്റെ സ്വപ്നം.
അത് കഴിഞ്ഞിട്ട് ദാമു റിയാലിറ്റിയിലോട്ട് വരികയാണ്. അതായത് പവർ കിട്ടിയല്ലോ, പവർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഉറങ്ങിയപ്പോ ഇതൊക്കെയാണ് സ്വപ്നം കണ്ടത്. അത് കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും പുതിയ മനുഷ്യനായിട്ട് എഴുന്നേൽക്കുകയാണ്. അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഈ പവർ വെച്ച് എന്താ ചെയ്യണ്ടെന്നറിയില്ല, എന്താ എങ്ങനെയാ അത് പ്രയോഗിക്കണ്ടെന്നറിയില്ല, ഒന്നും അറിയില്ല. ഇയാള് പോയി കണ്ണാടിയിലൊക്കെ നോക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഇവിടെയൊക്കെ തൊടുമ്പോ ഓരോ സാധനങ്ങൾ പൊട്ടി വീഴുക, അവിടെ തകര ഇവിടെ തകര, അതന്നെ. ഇയാൾക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അവസാനം ഇയാളുടെ ഫ്രണ്ടിന്റെ അടുത്ത് എത്തുകയാണ്. അപ്പൊ ആ ഫ്രണ്ട് പറയാണ് നിനക്ക് എന്തൊക്കെ പവർ ഉണ്ട് നോക്കാം. നിങ്ങള് വിനോദ കഥയല്ലേ, പറ. അപ്പോ പറക്കാനുള്ള കഴിവുണ്ട്, ഒരു സാധനത്തിനെ ഒരു ഇടി അടിച്ചാൽ പൊട്ടി, ഒരു മതിലൊക്കെ പൊട്ടി തകരും. പിന്നെ പറക്കാനുള്ള കഴിവ് മാത്രല്ല. ഇതന്നല്ലേ മിന്നൽ മുരളി. ഓക്കെ, പറക്കാനുള്ള പവർ. അവൻ പവർ കണ്ടുപിടിച്ച്. നീ പറ ബാക്കി. പവറോ? പവർ പുള്ളി ലോകത്തൊന്നല്ലായിരുന്നു, വേറെ വീഡിയോ ആയിരുന്നു. ബാക്കി പറ. എന്നിട്ട് ഓക്കെ, ആദ്യമേ അങ്ങ് തുടങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടുന്ന് തുടങ്ങാന്ന്. അന്നേരം അവസാനം കിട്ടിയത് ആദ്യം കിട്ടിയതായിരുന്നു നല്ലത്. അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യാൻ പോയിട്ട് ഈ കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് വേണം കേട്ടോ. സ്വപ്നം കണ്ടല്ലോ ഇങ്ങനെ വില്ലൻ വന്ന് നാട് നശിപ്പിക്കുന്നു. അപ്പോ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വപ്നത്തിൽ കണ്ട കാര്യം റിയാലിറ്റിയിലേക്ക് വരുന്നു. റിയാലിറ്റിയിലേക്ക് വന്ന് നാട്ടിലെല്ലാരെയും പേടിപ്പിച്ച് വില്ലൻ നടത്തിയേക്കാണ്. അന്നേരം പറക്കാനുള്ള സൂപ്പർ പവർ മാത്രമില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കഴിവുകളുകൊണ്ട് പെട്ടെന്ന് പുള്ളി എല്ലാരെയും രക്ഷിക്കും. ഓക്കെ, അതാണ് കഥയുടെ ക്ലൈമാക്സ്. എന്നിട്ട് പുള്ളി ദാമു സൂപ്പർ ഹീറോ. അവൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും നല്ല ക്ലൈമാക്സ് ഉണ്ടാക്കി. കൊള്ളായിരുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പം ഭാവിയിൽ ആക്ടേഴ്സ് അല്ലാതെ തിരക്കഥയിലേക്കോ അല്ലെങ്കിൽ ഡയറക്ഷനിലേക്കോ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഡയറക്ഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ശ്രീപദിന് എല്ലാത്തിനോടും താല്പര്യം. ആർട്ട് ഡയറക്ടറായ കൊള്ളാമെന്നുണ്ട്. മതി, അത്ര മതി. അത്രക്കുള്ള കഴിവ് എനിക്കുള്ളൂ. അധികം വേണ്ട. ആവണിക്കുണ്ടോ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോയാൽ കൊള്ളാം? സിനിമ ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ സ്റ്റുഡന്റ് സൈക്കോളജിസ്റ്റ് ആയാൽ കൊള്ളാം. വലിയ വലിയ സ്വപ്നങ്ങളടോ. സൂപ്പർ സ്റ്റാർ അതിൽ കുറഞ്ഞ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പറ. ഡാൻസർ. ഡാൻസ് കളിക്കോ? അങ്ങനെയൊന്നുമില്ല. ഈ സിനിമയിൽ നിങ്ങക്ക് ഡാൻസ് ഉണ്ടോ? ഇല്ല, ഡാൻസ് ഉണ്ടായിരുന്നില്ല. നിങ്ങക്ക് ഓവറോൾ ഇല്ലേ? ഓവറോൾ ഈ സിനിമ കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങക്ക് സെറ്റിൽ നിന്ന് പോവാൻ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നോ? ഇത്രയും നാള് ഒരുമിച്ച് എൻജോയ് ചെയ്ത് നടന്നിട്ട് അവസാനം ഒരു ദിവസം കൊണ്ട് എല്ലാരെയും പിരിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡെയിലി വിളിക്കായിരുന്നു. ഇപ്പൊ ശ്രീപദ് നോക്കുകയാണെങ്കിൽ സുമതി വളവിലും മാളികപ്പുറത്തിലും കോമഡി റോളുകളായിരുന്നു. ഐ മീൻ രണ്ടും നല്ല ഫൺ ചില്ലായിട്ടുള്ള റോളാണ്. ഇതില് സെയിം ആ ഒരു ക്യാരക്ടർ ആണോ? ഇതിലും ഒരു ഫൺ ക്യാരക്ടർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഥ ഫുള്ള് പറയേണ്ടി വരും. ഇല്ല, അതെ, ഫണ്ണുണ്ട്. എല്ലാം കൂട്ടുള്ള ഒരു വെറൈറ്റി ക്യാരക്ടർ ആണ്. എനിക്കത് വെറൈറ്റി ആണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചെല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ടുള്ള ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആണോ ഈ സിനിമയില്? ഏകദേശം മൊത്തത്തിലുള്ള ഒരു പ്രതീക്ഷയും ആ ഒരു രീതിയിലാണ്. വേറെ തന്നെ ഒരു ക്യാരക്ടർ, വേറെ തന്നെ ഒരു കഥ. അപ്പൊ സിനിമ നല്ല രീതിയിൽ ഹിറ്റ് ആവും എന്ന പ്രതീക്ഷയും നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? നമുക്ക് ഒരു ഗെയിമും കൂടി കളിച്ചിട്ട് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ ഗെയിമാണ്. നേരത്തെ ഞാൻ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഗെയിം. ഇദ്ദേഹം ഒരു 2 സ്റ്റെപ്പ് കാണിക്കും, നിങ്ങൾ 4 പേരും തിരിഞ്ഞു നിൽക്കും. എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് ആ സ്റ്റെപ്പ് കാണിക്കും. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ ആട്ടോ. ഓക്കെ, തുടങ്ങിക്കോ. അല്ലെ എഴുന്നേറ്റോ? ആ പറ്റും, തുടങ്ങിക്കോ. മതി. ഓക്കെ, നീ ആവണിക്ക് കാണിച്ചു കൊടുക്ക്. ആവണി അയ്യോ, കാലാണ് നോക്കണ്ടേ. എന്താണ്
കണ്ടില്ല. ഏറെക്കുറെ correct ആയല്ലേ? നന്നായി. ഓ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.